നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് അല്ല, നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി ഇരുത്തിയിരിക്കുന്നത്. അച്ഛൻ മരിച്ചെന്ന് നിങ്ങൾ ആരും ഒരിക്കലും പറയരുത്. അച്ഛൻ സമാധിയായി. ഇന്നലെ രാത്രി ഒരു 10-10:30 അച്ഛൻ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇതുപോലെ സമാധിയാവാൻ പോവാണ്, നീ ഒരു ചായ കുടിച്ചിട്ടോന്ന് പറയാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അച്ഛൻ കുക്കുടാസനത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കീഴ്ശ്വാസം വിട്ട് അച്ഛൻ സമാധിയായി. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് സുഗന്ധദ്രവ്യം എല്ലാം കൂടെ ചേർത്ത് കോൺക്രീറ്റ് ഇട്ട് മേളം അടച്ച് മൂടി. പിന്നെ പുറത്തോട്ട് വരാൻ സമയം കൊടുത്തിട്ടില്ല. എന്തോന്ന് അല്ല, അച്ഛനെ പുറത്തോട്ട് വരാൻ സമയം കൊടുത്തിട്ടില്ല. സംസ്കൃതത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഏക ഏവതി ത്രിഭാഷു ന മലരേന ഉംഫതി. ഇനി ആരെങ്കിലും അച്ഛന്റെ സമാധി പൊളിക്കണമെന്ന് ഉദ്ദേശമാണ് പറഞ്ഞെങ്കിൽ എല്ലാവരും എന്റെ ആത്മഭൂതി കാണെങ്കിൽ. നെയ്യാറ്റിൻകര ഗോപൻ എന്നാണ് സ്വാമിയായത്? മക്കളെ അങ്ങനെ കൊച്ചിലെ തൊട്ടേ സ്വാമിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാമ്പലിലെ മുള്ളു നമ്മളുടെ ഇവിടെ സന്യാസിച്ചോണ്ടിരുന്നപ്പോഴാണ് നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചേർന്നു. പിന്നെ 2 പിള്ളേരായി, ജീവിതമായി. പിന്നെ നമ്മൾ രണ്ടിനും കൂടെ ഒരു അമ്പലം കെട്ടി. പരിപാടി മൊത്തം അവിടെയായി. എന്ത് പരിപാടി? പൂജ. മുഖത്തേക്ക് അന്വേഷണം പറഞ്ഞോണ്ടല്ല ചീലോക്കി കാണിക്കുന്നേ. ഓം നമ ശിവായ. എന്റെ പൊന്ന് സാറേ, എണീറ്റ് നിന്ന് വളിവിടാനുള്ള ആവതില്ലാത്ത കളവനാണ് നടന്നു എന്നിരുന്ന സമാധിയാന്നുള്ള. ഇത് നോണ ചുമ്മാ അങ്ങേര് വെളിക്കിറക്കാൻ പുറകെ ചെന്ന് നിൽക്കുകയും ചെയ്ത അയാളെ മണ്ട വളക്കനെ 2 കൊടുത്ത് അങ്ങേര് അവിടെ തീർന്നു. അവിടെ ഒരു സമാധിയാണ് ഉണ്ടാക്കിയത്. അങ്ങേര് സമാധിയെ സമോസയെന്നാക്കിയെന്നല്ല. ഇവളൊക്കെ നുണച്ചികളാ. ഇവളൊക്കെ സമാധി പൊളിക്കാൻ ഞങ്ങൾ താമസിക്കൂല. നമ്മൾ താമസിക്കൂല. അത് പിന്നെ അച്ഛൻ അതിനകത്തിരിക്കുമ്പോ സമാധി ആവൂലേ എന്നുള്ള ടെൻഷൻ അടിച്ച് 16 കണക്കിന് ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 10 ഗുളി കൊടുത്തു. പൈസ കൊടുത്ത ഗുളിയല്ലേ ചുമ്മാ കളയാൻ പറ്റുമോ? അല്ലേ? ഓം നമ ശിവായ. ഒറ്റ മീനെ കണ്ട്